Hi students, welcome to ASF Academy. I am Femin. Today we are discussing about types of offer. ഓഫർ എന്നുള്ള പാർട്ടിലെ ടൈപ്സ് ഓഫ് ഓഫർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫർ എന്താണെന്നുള്ളതും അതിന്റെ വാലിഡ് റൂൾസ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ റൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക. ഇത് അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ടൈപ്സ് ഓഫ് ഓഫർ. ഇവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഓഫർ മെയിൻ ആയിട്ട് 3 ഹെഡ്സിലാണ് പറയുന്നത്. അതായത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ, ഓൺ ദ ബേസിസ് ഓഫ് ഓഫറേജ് ആൻഡ് ലാസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ. അങ്ങനെ 3 ഹെഡ്സ് ആയിട്ടാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. അതിൽ ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫറിൽ എക്സ്പ്രസ് ഓഫർ എന്നും ഇംബെൽഡ് ഓഫർ എന്നും പറയുന്നുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓഫർ ഈസ് സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ. ലാസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫറിൽ ക്രോസ് ഓഫർ, സ്റ്റാൻഡിംഗ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ആണ് എക്സ്പ്രസ് ഓഫർ. എക്സ്പ്രസ് ഓഫർ പറയുന്നത് an offer made by words spoken or written ബേസിസിൽ ചെയ്യുന്ന ഓഫറിനെയാണ് എക്സ്പ്രസ് ഓഫർ. എക്സ്പ്രസ് കോൺട്രാക്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, അത് ഇൻക്ലൂഡ് ആയിട്ടുള്ള രണ്ട് പാർട്ടീസ് അവര് ബൈ വേർഡ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ബേസിസിൽ ആ കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എക്സ്പ്രസ് ഓഫർ. അതിലുള്ള ഓഫറർ ഓഫറിനോട് വേർഡ്സ് ആയിട്ട് സ്പോക്കൺ ആയിട്ട് റിട്ടൺ ബേസിസിൽ അദ്ദേഹത്തിനുള്ള ഇന്റൻഷൻ, ഒരു കോൺട്രാക്ടൽ എഗ്രിമെന്റിൽ ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ ഓഫർ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, B said to A, I will sell my Toyota car for rupees 10 lakh. ബി എന്നോട് പറയാണ് എൻ്റെ കയ്യിലുള്ള എൻ്റെ കാർ നിങ്ങൾക്ക് 10 ലക്ഷം രൂപക്ക് വിൽക്കാനുണ്ട് എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നു. മനസ്സിലായോ? നെക്സ്റ്റ് ആണ് ഇംബെൽഡ് ഓഫർ. ഇംബെൽഡ് ഓഫറിന് നമ്മൾ ഇംബെൽഡ് കോൺട്രാക്ട് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇംബെൽഡ് കോൺട്രാക്ട് എന്തായിരുന്നു? എക്സ്പ്രസ് ചെയ്യാത്ത വരുന്ന എല്ലാ ടൈപ്പ് കോൺട്രാക്ട് ഇംബെൽഡ് കോൺട്രാക്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വേർഡ്സിലോ സ്പോക്കണിലോ റിട്ടൺ ബേസിലോ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കോൺട്രാക്ട് ആണ് ഇംബെൽഡ് കോൺട്രാക്ട്. അപ്പൊ ഇംബെൽഡ് ഓഫർ എന്തായിക്കാലോ? an offer made otherwise than in words. വേർഡ്സിൽ പറയാതെ ചെയ്യുന്ന ഓഫേഴ്സിനല്ല ഇംബെൽഡ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും വേർഡ്സിൽ പറയാതെ വരുന്നത്? It is inferred from the conduct, act or conduct of the parties അല്ലെ persons or circumstance of the particular case. ചില സന്ദർഭങ്ങളുടെ ബേസിലോ അല്ലെങ്കിൽ നമ്മളുടെ ആക്ട് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ട് അതിൽ വരുന്ന ഓഫറുടെ കണ്ടക്ട് പ്രകാരം ഒരു ഓഫർ കൊടുക്കുന്നതായിട്ട് വരികയാണ്. അത് ഇൻഡയറക്ട്ലി ആയിരിക്കും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഓഫർ എന്നുള്ളത്. ഓക്കെ, അതിനാണ് ഇംപെൽഡ് ഓഫർ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. when a transport company runs a bus on a particular route. അതായത് ഒരു പെർട്ടിക്കുലർ ട്രാൻസ്പോർട്ട് കമ്പനി ABC പറഞ്ഞിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്പനി ഇന്ന റൂട്ടിൽ കൂടെ ബസ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഇംപെൽഡ് കോൺട്രാക്ട് ഉണ്ട്. എന്താണ് ഇംപെൽഡ് കോൺട്രാക്ട്? വളരെ സേഫ് ആയിട്ട് അതിൽ വരുന്ന എല്ലാ പാസഞ്ചേഴ്സിനെ ആ റൂട്ടിൽ വരുന്ന സ്ഥലത്ത് ഇത്ര പെർസെൻറ്റേജ് സെർട്ടൻ ഫെയറോട് കൂടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ആക്കിക്കോളാം എന്നുള്ളൊരു ഇംപെൽഡ് കോൺട്രാക്ട് ഉണ്ട്. ആർക്ക്? ട്രാൻസ്പോർട്ട് കമ്പനിയുടെ. കോൺട്രാക്ട് അല്ല, സോറി, ഓഫർ ഉണ്ട്. അതിൽ വരുന്ന പാർട്ടീസിന് അവരിപ്പോ ABC പറഞ്ഞിട്ടുള്ള കമ്പനി ഏതൊക്കെ അതിൽ ആ റൂട്ടിലുള്ള ഏത് പാസഞ്ചേഴ്സിനാണെങ്കിൽ സെർട്ടൻ ഫെയറിൽ അവരുടെ ആ റൂട്ടിൽ വരുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊള്ളാം എന്നുള്ളൊരു ഓഫർ അല്ലേ? അതിനാണ് ഇംപെൽഡ്. അത് അവിടെ ഒരു കമ്പനി അതിൽ കയറുന്ന ഓരോ വ്യക്തികളടുത്ത് ഒരു ഓഫർ ഡയറക്റ്റ് പോയി പറയോ റിട്ടേൺ ബേസിസ് പറയോ ഒരു എഗ്രിമെന്റ് കൊടുക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. അത് നമുക്ക് അറിയാം. ഇന്ന റൂട്ടിൽ ബസ് ഓടുന്നത് അതിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലങ്ങളിലും അവർ നിർത്തി തരുമെന്നും അതിന് കൃത്യമായ ഫെയർ നമ്മൾ കൊടുത്താൽ മതി എന്നില്ല ആ ഒരു അറിവുണ്ട്. അതിനാണ് ഇംപെൽഡ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെസിഫിക് ഓഫർ. സ്പെസിഫിക് ഓഫറിൽ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഈ ഓഫർ ആർക്ക് വേണ്ടിയിട്ടാണ്. ഒരു പെർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് പേഴ്സൺസിനോ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള മെയ്ഡ് ചെയ്തിട്ടുള്ള ഓഫർ ആയിരിക്കും ഈ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർക്ക് വേണ്ടിയാണോ ഇത് ബിൽഡ് ചെയ്ത് മേക്ക് ചെയ്തിട്ടുള്ളത് ഈ ഓഫർ അവർക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യൂ. അവരല്ലാത്ത വേറൊരാൾ ആക്സെപ്റ്റ് ചെയ്തതിന് ആ ഓഫർ ആക്സെപ്റ്റൻസ്, ആ ഓഫർ ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ആക്സെപ്റ്റൻസ് ആയിട്ട് കണക്കാക്കില്ല. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത് accepted only by that definite person or that particular group of person to whom it has made. Okay, ഈ ഒരു ഒറ്റ വേർഡ് ഡെഫിനിറ്റ് പേഴ്സൺ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്നുള്ളത് എന്തായാലും എക്സാം എഴുതുമ്പോൾ സ്പെസിഫിക് ഓഫർ എഴുതുമ്പോൾ എഴുതണം.
ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം നമുക്ക്. രാമു ഓഫർ ടു ബൈ എ ഹൗസ് ഫ്രം സീത ഫോർ ₹25 lakh. രാമു ഓഫർ ചെയ്യാണ് ടു ബൈ ഹൗസ് ഫ്രം സീതയുടെ കയ്യിൽ നിന്ന് മേടിച്ചോളാം 25 ലക്ഷം രൂപക്ക് എന്ന് പറയുമ്പോൾ അത് സീതക്ക് മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു വ്യക്തിക്ക്, വേറെ ഏതെങ്കിലും എ പറയുന്ന ബി പറയുന്ന വ്യക്തി ആയിക്കോട്ടെ മേടിക്കാന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കില്ല. സീതക്ക് മാത്രമേ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയാൻ ജനറൽ ഓഫർ. ജനറൽ ഓഫർ അപ്പം എന്തെങ്കിലും സ്പെസിഫിക് ഓഫർ എന്ന സ്പെസിഫിക് പേഴ്സണോ സ്പെസിഫിക് ക്ലാസ് ഓഫ് പേഴ്സൺസിനോ വേണ്ടി നമ്മൾ മെയ്ഡ് ചെയ്യുന്ന ഓഫർ ആണെന്ന് പറഞ്ഞു. അവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. നേരെ ഓപ്പോസിറ്റ് ജനറൽ ഓഫർ. ജനറൽ ഓഫർ പറഞ്ഞാൽ എന്തായിക്കാരം ഈസ് വൺ വിച്ച് ഈസ് മെയ്ഡ് വേൾഡ് അറ്റ് ലാർജ് ഓർ പബ്ലിക് ഇൻ ജനറൽ. എല്ലാവർക്കും വേണ്ടി ഒരു പെർട്ടിക്കുലർ പേഴ്സണോ പെർട്ടിക്കുലർ ആൾക്കാർക്കോ മാത്രമല്ലാതെ അറ്റ് ഹോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയാൻ ജനറൽ ഓഫർ. അത് ജനറലൈസ് ചെയ്യാണ്, പബ്ലിക് ഇൻ ജനറൽ ആർക്ക് വേണമെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, എന്തെങ്കിലും ഒരു കേസിന് ഒരു കുട്ടി മിസ്സിംഗ് ആയി. അപ്പോൾ പത്രത്തിൽ ന്യൂസ് കൊടുക്കുകയാണ്, ഇന്ന കുട്ടി മിസ്സിംഗ് ആയി, ഇത് കണ്ടുപിടിച്ച് തരുന്ന ഒരു വ്യക്തിക്ക് 10 ലക്ഷം രൂപ റിവാർഡ് തരും പറയാം. അപ്പം ആർക്ക് വേണമെങ്കിലും ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്ത കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് ഈ ആക്സെപ്റ്റ് ചെയ്യുന്ന ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ, ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്യണേ അവര് ഈ പറഞ്ഞിട്ടില്ല, ഈ ഓഫറിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ഈ ജനറൽ ഓഫറിൽ പറയുന്നത്. ആരാണോ അത് അറിയണത് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലാതെ സ്പെസിഫിക് പേഴ്സണ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നില്ല ജനറൽ ഓഫറിൽ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത് നമ്മളൊരു ഓഫർ പെർട്ടിക്കുലർ അല്ലെങ്കിൽ കണ്ടിന്യൂസ് പീരിയഡിന് വേണ്ടിയിട്ട് ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത് അവിടെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സെർട്ടൻ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, എന്തെങ്കിലും ഗുഡ്സോ ആർട്ടിക്കിൾസോ സർവീസസോ ഒരു പെർട്ടിക്കുലർ പീരിയഡിലെ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ, ഇപ്പോൾ ഗുഡ്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ തന്നു കൊള്ളാം എന്നൊരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയണ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 100 ടണ്ണിന്റെ എന്തൊരു മിഷനറിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അയൺ റോഡ്, അയേണ് ഒരു 1000 ടണ്ണ് അയേണ് 1 ഇയർക്ക് ഞാൻ എ ബിനോട് പറയാണ് 1000 ടണ്ണ് അയേണ് 1 ഇയറിൽ പെർ ടണ്ണിന് 100 rupees വെച്ചിട്ട് ബിന്റെക്ക് സപ്ലൈ ചെയ്തോളാം എന്ന് എ പറയാണ്. അപ്പൊ അവിടെ ഒരു 1 ഇയർ ആണ് അവരെ കോൺട്രാക്ട് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ലോങ് പീരിയഡ്ക്ക് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി പെർട്ടിക്കുലർ പ്രൈസിൽ കൊടുത്തോളാം എന്ന് പറയുന്നതാണ് സ്റ്റാൻഡിങ് ഓഫർ. ഇതൊരു കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ ഓപ്പൺ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഓഫർ എന്ന് പറയാണ്ട്. ഈ ഓഫറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓഫർ ബി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു കോൺട്രാക്ട് ആയിട്ട് മാറില്ല. എപ്പോ തൊട്ടിട്ടാ ഇപ്പൊ എ പറയാൻ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് 1 ഇയറിലേക്ക് ഞാൻ തന്നുകൊള്ളാം എന്നാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് മന്തിലെ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തൊട്ടിട്ട് മാത്രമേ ഉള്ളൂ ഈ ഓഫർ കോൺട്രാക്ട് ആയിട്ട് മാറും. അതിന്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ബിക്ക് ഓഫർ റിജക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത് റിജക്ട് ദ ഒറിജിനൽ ഓഫർ ആൻഡ് മേക്ക് ന്യൂ ഓഫർ. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ടാവും, ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഓഫറിക്ക് അത് താല്പര്യമില്ല, അത് റിജക്ട് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് ഒരു ഓഫർ പറയും, അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, റിജക്ട് ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൗണ്ടർ ഓഫർ എഴുതുന്ന ടൈമിൽ റിജക്ട് ദ ഒറിജിനൽ ഓഫർ, ഫസ്റ്റ് ഓഫർ നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും ആൻഡ് മേക്ക് ന്യൂ ഓഫറിനെയാണ് എന്ത് പറയാ കൗണ്ടർ ഓഫർ. അപ്പൊ ആ ന്യൂ ഓഫർ ആണ് ഇവിടുത്തെ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് ന്യൂ ഓഫർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എഴുതുന്ന ടൈമിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ദിവ്യ ഓഫേർഡ് ഹിസ് ലാൻഡ് ടു സുധർമ്മ ഫോർ ₹10 lakh. 10 ലക്ഷം രൂപക്ക് ദിവ്യ അവരുടെ ലാൻഡ് സുധർമ്മക്ക് കൊടുക്കാന്നുള്ള ഓഫർ ചെയ്യാണ്. പക്ഷെ സുധർമ്മ പറയാണ് സുധർമ്മ സെഡ് ഷീ വുഡ് ഗീവ് ₹9 lakh, 9 ലക്ഷം രൂപയെ തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഒറിജിനൽ ഓഫർ എന്തായി, റിജക്റ്റ് ആയി. 10 ലക്ഷം രൂപക്ക് മേടിക്കില്ല എന്നായില്ലേ സുധർമ്മ, അപ്പൊ റിജക്റ്റ് ആയി. അപ്പൊ 9 ലക്ഷം രൂപയെ തരുള്ളൂ എന്ന് പറയണില്ലേ, അതാണ് ന്യൂ ഓഫർ, ദാറ്റ് ഈസ് കൗണ്ടർ ഓഫർ. ദിവ്യ റിഫ്യൂസ് ടു സെൽ അറ്റ് ഹിസ് പ്രൈസ്, ദെൻ സുധർമ്മ സെഡ് ഷീ വുഡ് ഗിവ് 9,50,000. ദിവ്യ ആക്സെപ്റ്റ്. 10 ലക്ഷം രൂപക്ക് തരാ പറയണു, അത് പറ്റില്ല, 9 ലക്ഷം രൂപയെ തരുള്ളൂ പറയണേ. അപ്പൊ അത് ദിവ്യ റിഫ്യൂസ് ചെയ്തു. എന്നിട്ട് സുധർമ്മ പറയും എന്നാ ശരി 9,50,000 രൂപക്ക് തരാ പറയണേ, അത് ആക്സെപ്റ്റ് ചെയ്തു. അവിടെ കോൺട്രാക്ട് രൂപീകരിച്ചു. പക്ഷെ 10 ലക്ഷം രൂപക്ക് തരാ എന്ന് പറഞ്ഞ ഇനീഷ്യൽ ഓഫർ അവിടെ എന്താണ് റിജക്ട് ചെയ്യുമ്പോഴാണ്
സെക്കൻഡ് ഓഫർ വരുന്നത് ദാറ്റ് ഈസ് 9 lakh rupees. അതാണ് ന്യൂ ഓഫർ വന്നത്. ആ ന്യൂ ഓഫറും പിന്നീട് റിജക്റ്റ് ആയി. എന്നിട്ട് പിന്നെ ഏത് തേർഡ് ഓഫർ ഏതാണ് 9,50,000. അപ്പൊ ഇവിടെ രണ്ട് ടൈമിൽ റിജക്ഷൻ വരുന്നുണ്ട് ആൻഡ് തേർഡ് ടൈമിലാണ് കൗണ്ടർ ഓഫർ വരുന്നത് ന്യൂ ഓഫറും. ലാസ്റ്റ് വരെ ആക്സെപ്റ്റ് ചെയ്യുന്ന 9,50,000 റുപ്പീസിനാണ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് വരുന്ന ന്യൂ ഓഫർ ആണ് അല്ലെ സെക്കൻഡ് ഓഫർ. ഇവിടെ ഇപ്പൊ ഈ കേസ് തേർഡ് ഓഫർ ആണ് ഇവരെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെയാണ് ന്യൂ ഓഫർ ഏതാണോ ഇവരെ ആക്സെപ്റ്റ് ചെയ്യുക അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ഓഫർ വരികയാണ്. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാർട്ടി ഓഫറോ ഓഫറിങ് രണ്ട് പാർട്ടീസ് ഉണ്ടാവില്ലേ, അവരെ തമ്മിൽ അറിയാതെ ഓഫർ ചെയ്യുന്നതിനാണ് ക്രോസ് ഓഫർ. വെൻ ഐഡന്റിക്കൽ ഓഫർ ആർ മെയ്ഡ് ബൈ പാർട്ടീസ് ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതർ. രണ്ടുപേരും അറിയണില്ല അവർ ഓഫർ ചെയ്യുന്ന കാര്യം. അങ്ങനെ വരുന്ന ഓഫേഴ്സിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഓഫേഴ്സ് ആർ സെറ്റ് ടു ബി ക്രോസ് ഓഫർ. ഒരു എക്സാമ്പിൾ പറയാം. Krishna wrote a letter to Achu with a offer to sell 1,000 ton of iron for the rupees per 100 per ton. On the same day, without any knowledge, Achu wrote a letter to buy the iron with the price and with the same condition as written by the Krishna. അത് 1000 ടണ്ണിന്റെ അയൺ പെർ ടണ്ണിന് 100 രൂപ വെച്ച് തരാന്ന് കൃഷ്ണ അച്ചുവിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാവും. അന്നേ ദിവസം തന്നെ ഇങ്ങനെ ലെറ്റർ എഴുതിയിട്ടുണ്ട് അല്ലെ എനിക്കൊരു ലെറ്റർ വരുന്നുണ്ട് എന്നുള്ള വിവരം അറിയാതെ അച്ചു തിരിച്ചെഴുതിയിട്ടുണ്ടാവും 1000 ടൺ എനിക്ക് വേണം, അത് പെർ 100 റുപ്പീസ് എനിക്ക് തരാൻ പറ്റുമോ, എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുമോ വെച്ചിട്ട് ലെറ്റർ എഴുതിയിട്ട്. അപ്പൊ അവിടെ എന്തായി ക്രോസ് ഓഫർ. രണ്ടുപേരും ഒരേ കാര്യം ഒരേ കണ്ടീഷൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ഓഫറാണ് കൊടുക്കുന്നത്, പക്ഷെ അവർ തമ്മിൽ അറിയാതെ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരെ ക്രോസ് ഓഫർ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റൻസ് ആയിട്ട് മാറും. രണ്ടുപേരും സെയിം കാര്യമല്ലേ, പക്ഷെ ആക്സെപ്റ്റൻസ് ആയിട്ട് മാറില്ല. അത് ആക്സെപ്റ്റൻസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവരിൽ അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്യണം. ഓഫർ ആക്സെപ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം അത് ആക്സെപ്റ്റൻസ് ആയിട്ട് മാറില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്രോസ് ഓഫറിൽ ഉള്ളത്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നാലേ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആവട്ടെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.